കാണാൻ പോയില്ല. മഴ കൊണ്ട്. അപ്പ ഇന്നലെ എന്നോട് പറഞ്ഞു ഉണ്ണി വിരിഞ്ഞു എന്നതില്ല. രണ്ടും ഇപ്പൊ കാണാനില്ല. അത് എന്നാന്ന് എനിക്കറിയില്ല. നാളത്തേക്ക് മറ്റേ എന്നത്തിന് വെക്കണം. ഇന്നത്തെ കഴിഞ്ഞിട്ടില്ലേ നാളെ? അല്ല, ഇന്ന് കഴിയണില്ല, പിന്നെ ഇനി നാളെ. നാളെ ഉണ്ടോ? നേരം വെളുത്താ പറയാം. നാളത്തെ തേങ്ങാക്കൊത്തും ബീഫും ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അമ്മയ്ക്ക് ഇതൊന്നും അല്ല, ഇച്ചിരി കേമത്തിലുള്ളതാ. ഇച്ചിരി വില കൂടിയ ഭക്ഷണമൊക്കെ. അതെ, വില കൂടിയതാ. ഒരു ബോട്ടിലിന് 175 റുപ്പീസ്. അപ്പഴ് 3 എണ്ണാണോ കോട്ട? ഞാന് പെട്ടെന്ന് നോക്കിയപ്പോ ഇതന്നെ ഈ കപ്പളം ഇങ്ങനെ നിക്കണേ. അത് എന്നാന്നറിയാവോ? ഈ കപ്പളം ഇന്നാളെ നീ പറഞ്ഞില്ലേ ആത്തമരത്തിന്റെ ചോട്ടിൽ നിന്നേ, ആ തോടിന്റെ ബാക്ക് സൈഡിലാ. അപ്പം ആത്തമരവും കാറ്റത്ത് ചെരിഞ്ഞു, കപ്പളം ചെരിഞ്ഞ ആ തോടിന്റെ അങ്ങോട്ട് കിടന്നു. അതായത് 5 കപ്പളങ്ങ അന്നേരം അതിൽ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 5 കൂടുതലുണ്ടെന്ന് തോന്നി, വിരിഞ്ഞ് മുകളിലേക്ക് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പയോട് പറഞ്ഞു, മഴ കണ്ടിന്യൂസ് മഴയല്ലോ, മഴയില്ലാത്ത ഒരു ദിവസം നമുക്കത് പറിച്ച് നല്ലൊരു സ്പേസിൽ കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു. പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ, ഒരു കപ്പളല്ലേ എന്ന് പറഞ്ഞു. അപ്പം ശാസ്ത്രീയമായിട്ട് കുഴിയൊക്കെ കുത്തി, ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമല്ല, നല്ല കറ്റിയ മണ്ണ് മുഴുവനും. എന്നിട്ട് കുത്തി ഇതൊക്കെ ഇട്ടേച്ച് കപ്പ നട്ട്. അപ്പം കോലും നല്ല ബലമുള്ള കലയത്തിൻ്റെയാന്ന് തോന്നണം. കോലും വെട്ടിക്കുത്തി കമ്പിറക്കിയല്ലോ കുറച്ചൊക്കെ. അപ്പം അതിൻ്റെ ഒരു കോലും വെച്ച് കെട്ടിയേച്ച് എന്നോട് പറഞ്ഞ് പിടിച്ചു പോരുമായിരിക്കും. കൂമ്പ് ഏതായാലും നിവർന്ന് പോലെ വന്നിട്ടുണ്ട്. ഈ ഇലയൊക്കെ പൊഴിഞ്ഞു പോകും. എന്നാന്ന് വെച്ചാൽ വീണ് കിടക്കുമല്ലോ. അപ്പം കൂമ്പ് നിവർന്നിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം പിടിക്കുമെന്നായിരിക്കും. മുകളിലുള്ള പൂക്കളും കപ്പളങ്ങ ഇതിൽ നിന്ന് വീണ് പോയിട്ടില്ല. കപ്പളങ്ങ വീണ് പോയാലും കപ്പളമൊന്ന് പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഇതേ മമ്മിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പങ്ങ തിന്നേച്ച് കുരു വിട്ടാറുന്നത് കിളുത്ത് വന്നതാ. ഈ നീളം കപ്പങ്ങ അതാ മമ്മിയുടെ വീട്ടിലെ കപ്പങ്ങ. അത് നാടനാണ്, റെഡ് ലേഡി അല്ല. പിന്നെ നാളെ മഴയില്ലെങ്കിൽ അപ്പ ആമ്പല്ലൂരിൽ നിന്ന് മേടിച്ച് നട്ട റെഡ് ലേഡിയിൽ പൂവിട്ട് ഉണ്ണി വിരിഞ്ഞു. ഞാൻ കാണാൻ പോയില്ല മഴ കൊണ്ട്. അപ്പ ഇന്നലെ എന്നോട് പറഞ്ഞു ഉണ്ണി വിരിഞ്ഞു എന്നതില്ല. അത് നമുക്ക് മഴയില്ലെങ്കിൽ കാണാൻ പോകാം കേട്ടോ. പിന്നെ ദേ കാത്തിരുന്ന് ഇതൊക്കെ അപ്പയുടെ പച്ചമുളക് വീണ്ടും പിടിച്ച് പൊട്ടിച്ച് ഇതായിട്ട്. ആ പച്ചമുളക് മാത്രം 2 പോയോളൂ. ദേ ഇതിലൊക്കെ മുളകുണ്ട്. ദേ ഇത് 1 വർഷം കഴിഞ്ഞതാ. ദേടി ഇത് പിടിക്കുക, മുളക് കിടക്കണത്. പൂ മാത്രമല്ല, ഞാൻ പറിച്ചോണ്ട് പോണതാ. ഇത് 1 വർഷം കഴിഞ്ഞ മുളകാട്ടോ. പക്ഷെ ആ മറ്റേ മുളക് പോയിട്ട് ഭയങ്കര സങ്കടമായി. ആ ഗ്രോ ബാഗിലെ നമ്മള് ഒരു ഡ്രാഗൺ നീ കൊണ്ടുവന്ന് നട്ട് ഇരുമ്പുളിയെ കയറി കിടപ്പുണ്ടോ, ഒന്നും ആയിട്ടില്ല. ഇത് ജെസിയാൻറ്റിയുടെ അവിടെ കഴിഞ്ഞ ആഴ്ച അപ്പ ചെന്നപ്പോ ജെസിയാൻറ്റി കൊടുത്തു വിട്ടതാ, ഡ്രാഗണിന്റെ തണ്ട് കട്ട് ചെയ്ത്. അപ്പം അത് ആ ഡ്രമ്മിൽ വെച്ച് കോലൊക്കെ കുത്തി ശരിയാക്കി വെച്ചിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിന് വേണ്ടി നാട്ടിയ കമ്പിവേലിയല്ല പന്തല്. പാഷൻ ഫ്രൂട്ടെല്ലാം പോയില്ലേ. ഇനിയിപ്പം ഞാൻ കുറച്ചില്ലേ 2 സ്ഥലത്ത് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നട്ടായിരുന്നു, 2 ഇപ്പം കാണാനില്ല. അത് എന്നാന്ന് എനിക്കറിയില്ല. ആത്തമരത്തിൻ്റെ അവിടെ നിന്നത് വെള്ളം കയറി ചീഞ്ഞു പോയോന്ന് അറിയില്ല. അവിടെ ഉണ്ടായിരുന്നു ഒരു വള്ളി കയറി തുടങ്ങിയായിരുന്നു. അപ്പം അതും പോയി. അവിടെ കൊമ്പ് വീണ് കൊമ്പ് മുറിച്ചപ്പോൾ പോയി തോന്നണം അവിടെ നിന്നത്. അപ്പം ഞാൻ ഒരു കായുള്ളത് അവിടെ പാകിയിട്ടുണ്ട്, കിളുക്കുമെന്നറിയില്ല. അല്ലെങ്കിൽ ആരോടെങ്കിലും പാഷൻ ഫ്രൂട്ടോ ഉള്ളവരോടൊരു അരി മേടിച്ച് പാകാം. അവിടെ ഒരു പാഷൻ ഫ്രൂട്ട് മാവേ കയറി കിടപ്പുണ്ട്, പക്ഷെ അതിലുണ്ടാവണില്ല. അപ്പം ഇപ്പം നീല ശംഖുപുഷ്പം അതിൽ കയറിയേക്കണം. അതേ ഒരു പൂ അതിൽ കിടപ്പുണ്ട്. മഴയായതുകൊണ്ട് ഇതിലേക്ക് ഉണ്ട് പൂക്കളുണ്ട്. മഴയായതുകൊണ്ടേ വെള്ളയല്ല കേട്ടോ, നീലയാ ഇവിടുത്തെ. ഇത് ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ ഡ്രാഗൺ അങ്ങനെ നട്ടിതാക്കിയിട്ടുണ്ട്. അപ്പം ഈ കമ്പിയേക്കടെ കയറ്റി ഡ്രാഗൺ മുകളിലേക്ക് വിടാന്നുള്ള ഇതിൽ വെച്ചേക്കുവാ. പ്ലാനിങ്ങിലാണ്. അതെ, പന്തലുണ്ടല്ലോ ഏതായാലും. പിന്നെ ഞാൻ ഉദ്ദേശിച്ചു പാഷൻ ഫ്രൂട്ടിന്റെ തൈ കിട്ടിയാലേ പാകിയല്ലോ, കായന്റെ പാകി നമുക്ക് ഇവിടെ ആ എടി ഇന്നാള് നീ പടയെടുത്തില്ലേ പാഷൻ ഫ്രൂട്ടിന്റെ, അണ്ണാൻ കൊണ്ടുപോയി. അതെങ്കിലും പറിച്ച് പാകാന്ന് ഓർത്ത. അപ്പൊ അത് അണ്ണാൻ കൊണ്ടുപോയി. ഇനിയും സേലമാവെ കയറി കിടക്കണേൽ ഇന്നാള് കിടന്നു ഒന്നും കണ്ടില്ല, അതൊക്കെ തിന്നു തോന്നണം. അത് ഏതെങ്കിലും വിളഞ്ഞു കിട്ടുവാണെങ്കിൽ നമുക്ക് പാകിയെടുക്കാം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൈ സംഘടിപ്പിച്ചേച്ച് ഇവിടെ ഈ മണ്ണിൽ വെക്കാന്ന് ഓർത്ത. അപ്പൊ മണ്ണിക്കട ഒന്ന് കയറ്റി വിട്ട് നോക്കാം. ഇത് അപ്പയുടെ ഞാറ്റുവേല കൃഷിയുടെ ഭാഗമാണോ? അതെനിക്കറിയില്ല, 2-3 ആഴ്ച ആയതാ. അതൊന്നും അമ്മയുടെ അത് ഞാൻ അതിൽ ഇടപാടില്ല. എനിക്കുള്ള ഇടപാട് വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയും, പിന്നെ കുറച്ച് ചെടിയെന്ന് പറയാനൊന്നുമില്ല, ഇച്ചിരിച്ച ചെടികളും അത്രേ ഉള്ളൂ എനിക്ക്. പിന്നെ ഒരു ചുമന്നയാമ്പയുണ്ടോ, നീ കണ്ടിട്ടുണ്ടല്ലോ. കാലം തെറ്റിയാ ഉണ്ടായത്. ഇതൊക്കെ അപ്പയുടെ പരിപാടികളാണ്, പയറും പന്തലും പരിപാടിയൊക്കെ. വെള്ളക്കാന്താരിയിൽ ഇതേ കഴിഞ്ഞ വർഷത്തെ വെള്ളക്കാന്താരിയിൽ മുളക് ഇട്ടും. പിന്നെ പുതിയ വെള്ളക്കാന്താരി ഉണ്ട് മുട്ടിട്ടത്, അത് കാണിക്കാം. അപ്പോ ഇന്ന് വൈകിട്ടത്തെ ഒരു ഡിന്നറാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. പുതിയ ഏപ്രണും മറ്റേ കെട്ടിയിട്ടുണ്ട്. കേമത്തിലാതുകൊണ്ട് ബീഫ് ഉലർത്തിയതൊന്ന് ചൂടാക്കണം. അത് ഞാൻ കോരി വെച്ചു കേട്ടോ. ബാലൻസ് ഇരുന്നത് കോരി വെച്ചു. കാലത്ത് തന്നെ ഉണ്ടാക്കിയപ്പോഴേ കോരി വെച്ചു, അല്ലെങ്കിൽ കേടായി പോകില്ലേ. നാളെ
ഞാൻ ഉച്ചയ്ക്കൊക്കെ എടുക്കാലോ. ഇപ്പൊ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് നിനക്ക് വേണമെങ്കിൽ ബീഫ് എടുത്തോ, എനിക്ക് ബീഫ് വേണ്ട. അമ്മയ്ക്ക് ഇതൊന്നും അല്ല, ഇച്ചിരി കേമത്തിലുള്ളതാ. ഇച്ചിരി വില കൂടിയ ഭക്ഷണമൊക്കെ. അതെ, വില കൂടിയതാ. ഒരു ബോട്ടിലിന് 175 റുപ്പീസ്. റോയലിന് മേടിച്ചതാ. ഞങ്ങള് വൈകുന്ന ഒരു ചായ കുടിക്കാൻ പുറത്തു പോയായിരുന്നു. എന്റെ വീഡിയോ വരും പതുക്കെ, തൃപ്പൂണിത്തറയിൽ വരും. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞ റോയലിൽ നിന്ന് ഒരു കറി എനിക്ക് അങ്ങ് മേടിക്കാം. അപ്പൊ എന്നോട് ചോദിച്ചു ബീഫ് കൂടി ഇരിപ്പില്ല. ബീഫ് എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കേമത്തിലുള്ളത് വേണം. ചിരൂടി കേമത്തിൽ. അതെ, ഇച്ചിരിയോടുള്ള കേമത്തിൽ. അപ്പൊ ഇത് 175 ആ ഒരു ടിന്നിന്. അങ്ങോട്ട് വരാം. ഇതാണ് ഞാനിപ്പോ എടുക്കും, അന്നേരം കാണിക്കാതെ കാണിച്ചു തരാം. തുറന്നു. എന്റെ കയ്യിൽ അലമ്പ അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയാണ്. അല്ല, നമ്മള് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടല്ല, നമ്മള് ഉണ്ടാക്കിയതൊക്കെ കണ്ടു കേട്ടോ. അവിടെ നമ്മള് കണ്ടോണ്ടാണ് അവരുണ്ടാക്കി തന്നത്. അപ്പൊ അങ്ങനെ വാങ്ങിയ ഒരു കറി ആയതുകൊണ്ടാണ് കേമത്തിലുള്ളതെന്ന് പറഞ്ഞു കേട്ടോ. ചുമ്മാ തമാശക്ക് പറഞ്ഞതാ. ഒരു നേരം പോവാൻ നല്ല കറിയാണ്. ഓരോരോ നേരം പോക്കുകൾ. അതെ 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 അതെ. ലൈറ്റ് എടുക്ക. ലൈറ്റ് ഇവിടെ വെച്ചേക്കുവാണ്. ചില്ലി ഗോബി ഇടയ്ക്ക് മേടിക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഗോബി മഞ്ചൂരിയൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ 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 അതെ. അതാവുമ്പോ ഇച്ചിരി ഗ്രേവി ഒക്കെ കിട്ടും. ചില്ലി ഗോപിയിൽ അധികം ഗ്രേവി കാണാറുണ്ടാവൂല. അപ്പക്ക് 3 എണ്ണാണോ കോട്ട? അപ്പക്ക് 3 ചപ്പാത്തി കഴിക്കൂളപ്പ. ഇതിൽ കൂടുതൽ എടുക്കൂല. എത്ര ഇതാണെങ്കിലും അപ്പൊ എടുക്കൂല. അതിൽ കൂടുതൽ ബീഫും കായും. ഈ ഗോബി മഞ്ചൂരി നല്ലതാട്ടോ, എനിക്ക് ഇഷ്ടമായി. എനിക്ക് സോസ് ചേർത്ത ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. ഇത് വെച്ചാ മതിയോ? ധാരാളം മതി. അത്രയും വേണ്ട എനിക്ക്. അല്ല, അത് വേണ്ടെങ്കിൽ വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഒരുപാട് അപ്പൊ കഴിക്കില്ല. ഇതപ്പൊ കൂടുതൽ മറിക്ക് പണ്ടെടുക്കാൻ. പിന്നെ ശരിക്കും ഗോബി മഞ്ചൂരിയും ചില്ലി ഗോപിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയാം. ചില്ലി ഗോപിയിൽ ക്യാപ്സിക്കം ഇതെല്ലാം ഇടും. ഗ്രേവി ഇത്ര ഇല്ല. ഗോബി മഞ്ചൂരിയില് ക്യാപ്സിക്കം ഇല്ല. മറ്റേത് ചില്ലി ഗോപിയില് ഇടും. ക്യാപ്സിക്കം ഒക്കെ മറ്റേ മുറിച്ച വേറെ രീതിയിൽ മുറിച്ചിടുന്നേ. ക്യൂബായിട്ടല്ലേ? ക്യൂബാക്കിയായിടുന്നേ. ഈ സാലഡൊന്നും വേണ്ട, നിനക്ക് വെച്ചേക്കാം. ഇത്തവണ ആദ്യം ചപ്പാത്തിയാണ് മേടിച്ചത്. സാധാരണ കറി ഉണ്ടാക്കിയിട്ട് പിന്നീടാ തീരുമാനിക്കണ ചപ്പാത്തി അങ്ങ് മേടിക്കാം. പക്ഷെ ഇത്തവണ ആദ്യം ചപ്പാത്തി അങ്ങ് മേടിച്ചു. പിന്നെയാണ് ആലോചിച്ചത് കറി അങ്ങ് ബീഫ് പോയി മേടിക്കാം. അവിടെ ഇട്ടോ. അപ്പയ്ക്ക് അധികം വേണ്ടായിരിക്കും. അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഇട്ടത്. മുളകുണ്ട് അതില്, അത് ശ്രദ്ധിക്കണം. എന്റെ അങ്ങടെ അങ്ങ് പിടിച്ചു വന്നാ പിന്നെ പിന്നെ നീ കുളിച്ചേച്ചു വന്നിട്ടല്ലേ ഉള്ളൂ. ഗോബി മഞ്ചൂരി ശരിക്കും ഇട്ടോ. നാളത്തേക്ക് വെക്കണമെന്നില്ല. നാളത്തേക്ക് മറ്റേ എണ്ണത്തിന് വെക്കണം. ഇന്നത്തെ കഴിഞ്ഞിട്ടല്ലേ നാളെ? അല്ല, ഇന്ന് കഴിയണില്ല. പിന്നെ അതിന് നാളെ ഉണ്ടോ? നേരം വെളുത്താ പറയാം. നാളത്തെ കാര്യം ഇത്രയും മതി. ഏതായാലും വെച്ച് അത്രയൊക്കെ മതി. അപ്പയുടെ ഒരു പടം ഞാൻ എടുത്തേക്കട്ടെ. ഞാൻ ബീഫും കായും ഉണ്ട്, ഗോബി മഞ്ചൂരി ഉണ്ട്. ഇച്ചിരി കഴിച്ചു നോക്കി. അത് ഞാൻ ഒരു കഷ്ണം ഇട്ടിട്ടുള്ളതിൽ അതെന്നാന്നറിയ, ഈ ഗോബി മഞ്ചൂരിയൻ ഒരു തമിഴ് ടേസ്റ്റ്. അതിന് കറി നല്ലതാ. കറി വളരെ നല്ലതാ. അവരുടെ വെജിറ്റബിൾ കറി. സാലഡ് ഇടും, അതിന്റെ പുറത്ത് ഇറച്ചി വെക്കും. ഇതിനെ അച്ചു ചെയ്യുമ്പോ കറക്റ്റ് മിക്സ് കിട്ടുള്ളൂ. പ്രശാന്ത് പറയുന്ന കാര്യമില്ല. ബീഫ് കായ ഇടുന്നതാണോ അതെയോ സാധാ ബീഫ് റോസ്റ്റ് ആണോ നല്ലത്? അല്ല, സാധാ ബീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. തേങ്ങാക്കൊത്താകുമ്പോ ഒരു വേറിട്ട രുചി. തേങ്ങാക്കൊത്തോ അപ്പൊ ഈ കൂർക്കയോ? ബീഫും തേങ്ങാക്കൊത്തും ഇടുന്നതാണോ, ബീഫും കൂർക്കയാണോ, ബീഫും കായയാണോ രുചി? മൂന്നിനും 3 ടേസ്റ്റ്. തേങ്ങാക്കൊത്തും ബീഫും ആണ് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ കായും കൂർക്ക ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് അത്രയും കുറച്ചേ കഴിക്കുള്ളൂ. അതും കൂടെ പകുതി മറ്റതും കഴിക്കും. പിന്നെ നെയ്യ്, ഈ ക്വാണ്ടിറ്റി ഇൻടേക്ക് കുറയും. ബീഫിന്റെ ഇൻടേക്ക് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ മറ്റേ ബീഫ് ആസ്വദിച്ച് കഴിക്കുന്നതാണ് രുചി.
അപ്പ അങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ അമ്മയും വന്നു കേട്ടോ കഴിക്കാനായിട്ട്. അമ്മ ഇപ്പൊ കഴിക്കുക. നല്ല കറിയാ. നീ കുളിച്ചിട്ടുള്ളെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വേഗം കുളിക്കാൻ പോവാ, അപ്പൊ എനിക്കും കഴിക്കാലോ. കഴിച്ചു വെച്ചോണ്ടിരിക്കണ്ട. എനിക്കും കഴിക്കാൻ കൊതി വന്നു തുടങ്ങി. എന്നാ ഇച്ചിരി കഴിച്ചോന്നാ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കുളിച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. അമ്മ ബീഫ് എടുത്തേ ഇല്ല. വേണ്ട, ഉച്ചയ്ക്ക് തന്നെ 2 സ്പൂൺ കൂട്ടി, അത് മതി. എനിക്ക് വേണ്ട. അടുത്ത ഊഴം എൻ്റെയാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ വന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ബീഫും കായും എടുത്തു. സാലഡ് പിന്നെ ഇത്തിരി കൂടുതൽ എടുത്തു കേട്ടോ. തൊട്ടടുത്ത് ഗോബി മഞ്ചൂരിയനും എടുത്തു. അപ്പോൾ ഞാൻ ആദ്യം കഴിക്കാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞ പോലെയാണ് ആദ്യം കഴിക്കുന്നത്. കുറച്ച് ഓണിയൻ സാലഡ് വെച്ചു. ഇനി അതിൻ്റെ മുകളിലാണ് ബീഫും കായും വെക്കാൻ പോണേ കേട്ടോ. സാധാരണ ഞാൻ നേരെ തിരിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ബീഫും കായലും ഒന്ന് മുക്കിയിട്ട് പിന്നെ ഓണിയൻ സാലഡ് അതിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട് കഴിക്കാനായിട്ട്. ടേസ്റ്റും പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. ഓണിയനിൽ കടിച്ച് ബീഫിലേക്ക് വരുന്ന രുചി നല്ല രസമാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഗോബി മഞ്ചൂരി കഴിച്ചു. അതും ടേസ്റ്റി ആയിരുന്നു. രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ഡിന്നർ ഡേ ആയിരുന്നു.